അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ. കൃപമതിയേ തിരുകൃപമതിയേ, തവ സ്നേഹവും കരുണയും മതിയെനിക്ക്. തിരുകരങ്ങളിൽ ഞാൻ ദിനം ചാരിടുവേ, തിരുമാർവിടം എനിക്കു മറവിടമാ, തിരുമാർവിടം എനിക്കു മറവിടമാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 42-ാം സങ്കീർത്തനം 9-ാം വാക്യം. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. ദൈവം തന്നെ മറന്നുപോയതായി സങ്കീർത്തകന് തോന്നുമ്പോഴും അവൻ ദൈവത്തെ സംബോധന ചെയ്യുന്നത് എൻ്റെ പാറ എന്നാണ്. തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിൽ തന്നെ തൻ്റെ വിശ്വാസം ഉറപ്പിക്കുന്നു. ശത്രുവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറച്ചു കളയുന്നില്ല. എതിർപ്പുകളും അന്ധകാരങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവം അകലെയാണെന്ന് ചിന്തിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കാം. എന്നാൽ വചനം ഉറപ്പ് നൽകുന്നു, നമ്മൾ ഏറ്റവും തകർന്നതായി തോന്നുമ്പോഴും അവൻ ഏറ്റവും അടുത്താണ്. അവൻ നിശബ്ദനാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹൃദയം തകർന്നവരുടെ നിലവിളി ദൈവം കേൾക്കുന്നവനാണ്. നമ്മുടെ എല്ലാ കണ്ണുനീരും അവൻ സൂക്ഷിക്കുന്നുണ്ട്. നമ്മെ അവൻ മറന്നുപോയി എന്ന് നമുക്ക് തോന്നുമ്പോഴും അവൻ നമ്മെ ഓർക്കുന്നവനാണ്. സാഹചര്യങ്ങൾ കുഴപ്പത്തിലാകുമ്പോഴും നിരാശജനകമാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ പരമാധികാര നിയന്ത്രണത്തിൽ വിശ്വസിക്കാം. ആഴത്തിലുള്ള ദുരിതത്തിൽ നിന്ന് പുതിയ വിശ്വാസയാത്രയിലേക്ക് അവൻ നമ്മെ നടത്തും. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നിന്നിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.